PSC ബുള്ളറ്റിൻ ജൂലൈ 15, 2024. സമകാലികം. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. ഇന്ത്യയുടെ രണ്ടാം 2020 കിരീടമാണിത്. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കയെ 7 റൺസിനാണ് തോൽപ്പിച്ചത്. ഇന്ത്യയുടെ എത്രാമത്തെ 2020 കിരീടമാണിത്? രണ്ടാമത്തെ. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമനമേറ്റു. രാഹുൽ ദ്രാവിഡിൻ്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. രാഹുൽ ദ്രാവിഡിൻ്റെ പിൻഗാമിയായി ചുമതല ഏറ്റെടുത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ ഗൗതം ഗംഭീർ. ഇന്ത്യൻ താരങ്ങളായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ എന്നിവർ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരങ്ങൾ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ എന്നിവർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ എത്തി. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ ഏതായിരുന്നു? സാൻ ഫെർണാണ്ടോ. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റു. കരസേനയുടെ പുതിയ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിനെ കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്. ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. മസൂദ് പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് ഗ്വാളിയോറിൽ, അതായത് മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ രജിസ്റ്റർ ചെയ്തു. ഇത് സംബന്ധിച്ച കേരളത്തിലെ ആദ്യത്തെ കേസ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ രജിസ്റ്റർ ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് മധ്യപ്രദേശിലെ ഗ്വാളിയോറിലും കേരളത്തിലെ ആദ്യത്തെ കേസ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലും രജിസ്റ്റർ ചെയ്തു. ഇന്ത്യൻ നാവികസേന സെബക്സ് 2 എന്ന പേരിൽ പുതിയതും ഏറ്റവും ശക്തവുമായ നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചു. ഇന്ത്യൻ നാവികസേന സെബക്സ് 2 എന്ന പേരിൽ പുതിയതും ഏറ്റവും ശക്തവുമായ നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചു. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ L1 പേടകം L പോയിന്റിന് ചുറ്റിലുമുള്ള ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കി. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ L1 പേടകം L പോയിന്റിന് ചുറ്റുമുള്ള ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കി. പെറുവിലെ ലെംബയേക്ക് പ്രദേശത്ത് 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തു. പെറുവിലെ ലെംബയേക്ക് പ്രദേശത്ത് 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യവുമാക്കാനായി സുരക്ഷാ സോഫ്റ്റ്വെയർ സജ്ജമാക്കി. സുരക്ഷാ സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യവുമാക്കാനായി. ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് തന്മുദ്ര എന്ന പേരിൽ പ്രചാരണവുമായി സാമൂഹ്യനീതി വകുപ്പിൻ്റെ തന്മുദ്ര എന്ന പ്രചാരണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണം. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ വാർ റൂം ഒരുക്കുന്നു. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ വാർ റൂം ഒരുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്തൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സമ്മാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ്
സെയിൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്തൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സമ്മാനിച്ചു. ജസ്റ്റിസ് നിതിൻ ജംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തു. ജസ്റ്റിസ് നിതിൻ ജംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തു. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു. NC മമ്മൂട്ടി പുരസ്കാരം കരീപ്പുഴ ശ്രീകുമാറിന്. NC മമ്മൂട്ടി പുരസ്കാരം ലഭിച്ചത് കരീപ്പുഴ ശ്രീകുമാറിന്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് നടൻ മോഹൻലാലിന്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് നടൻ മോഹൻലാലിന്. ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലിം കുമാറിന്. ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലിം കുമാറിന്. കെയർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി ആരാണ്? സോജൻ ജോസഫ്. റേച്ചൽ റീവ്സ് ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ധനമന്ത്രിയായി. ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ധനമന്ത്രിയായത് റേച്ചൽ റീവ്സ്. അൽബേനിയയിലെ പ്രമുഖ നോവലിസ്റ്റും നാടകകൃത്തുമായ ഇസ്മായിൽ കദാരെ അന്തരിച്ചു. അൽബേനിയയിലെ പ്രമുഖ നോവലിസ്റ്റും നാടകകൃത്തുമായിരുന്നു ഇസ്മായിൽ കദാരെ. അദ്ദേഹം അന്തരിച്ചു. ഓസ്കാർ ജേതാവായ തിരക്കഥാകൃത്ത് റോബർട്ട് ഡൗൺ അന്തരിച്ചു. ഓസ്കാർ ജേതാവായ തിരക്കഥാകൃത്ത് റോബർട്ട് ഡൗൺ അന്തരിച്ചു. ദക്ഷിണ കൊറിയയിൽ ആദ്യമായി ഒരു റോബോട്ട് ജോലിഭാരത്താൽ കുഴഞ്ഞു വീണ് മരിച്ചു. ആദ്യമായി ഒരു റോബോട്ട് ജോലിഭാരത്താൽ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം ഉണ്ടായ രാജ്യം ദക്ഷിണ കൊറിയ. മലയാളത്തിൽ കവിതകൾ എഴുതിയ അസമീസ് കവി ബിപുൽ റേഗൻ അന്തരിച്ചു. മലയാളത്തിൽ കവിതകൾ എഴുതിയ അസമീസ് കവി ബിപുൽ റേഗൻ അന്തരിച്ചു. ഓസ്കാർ ജേതാവും ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവുമായ ജോൺ ലാൻഡോ അന്തരിച്ചു. ടൈറ്റാനിക് സിനിമയുടെ നിർമ്മാതാവ് ആരാണ്? ജോൺ ലാൻഡോ. അവതാർ മൂവിയുടെ നിർമ്മാതാവ് ജോൺ ലാൻഡോ. അദ്ദേഹത്തിന് ഓസ്കാറും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്തരിച്ചു.